നമസ്കാരം. അനേകം സിനിമകളിൽ അഭിനയിക്കുകയും നൂറുകണക്കിന് സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുകയും അനേകം ടെലിവിഷൻ പരിപാടികളുടെ മുഖമാവുകയും ചെയ്ത മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് രമേശ് പിഷാരടി. ഭൂരിപക്ഷം സിനിമക്കാരും ബുദ്ധിജീവികളും CPM-നൊപ്പം അടിയുറച്ചു നിന്ന് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന സമയത്ത് പരസ്യമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും കോൺഗ്രസ് ബന്ധം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പിഷാരടി. അതുകൊണ്ട് തന്നെ പിഷാരടിക്ക് ഇക്കുറി പാലക്കാട് സീറ്റ് കിട്ടിയപ്പോൾ അധികമാർക്കും അത്ഭുതമൊന്നും തോന്നിയില്ല. പിഷാരടി ഇക്കുറി മത്സരിക്കും എന്ന് വ്യക്തമായിരുന്നു. ഇതിനു മുൻപ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിഷാരടി പരസ്യമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയതുകൊണ്ട് തന്നെ പിഷാരടിക്ക് രണ്ടാമതൊന്ന് ആലോചിച്ച് സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കേണ്ടിയിരുന്നില്ല. തൃപ്പൂണിത്തറയിൽ K. ബാബു ഒഴിഞ്ഞപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാകും എന്നാണ് കണക്കാക്കപ്പെട്ടതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനു പകരം പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ട് സിറ്റിംഗ് സീറ്റ് തന്നെയായ പാലക്കാട്ടേക്ക് പിഷാരടിയെ കോൺഗ്രസ് നിയോഗിക്കുകയായിരുന്നു. പാലക്കാട് BJP-യും കോൺഗ്രസ് പാർട്ടിയും നേരിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ്. CPIM പേരിന് വേണ്ടി ഒരാളെ നിർത്തി 3ാം സ്ഥാനം ഉറപ്പിച്ച് പ്രചരണവും നടത്തും. ഇക്കുറി CPIM സ്ഥാനാർത്ഥിയെ നിർണയിച്ചപ്പോൾ പിഷാരടി തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ എന്ന നിഗമനത്തോടെ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്ന ആരോപണം കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്നുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണ് താനും. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇക്കുറി വലിയ തോതിൽ ശോഭാ സുരേന്ദ്രന് പോകാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങിയപ്പോഴാവാം ഒരുപക്ഷെ പിഷാരടി സിനിമാ ജീവിതം പോലെ അത്ര അനായാസമല്ല ഇതെന്ന് തിരിച്ചറിയുന്നത്. സിനിമക്കാരൻ എന്ന നിലയിൽ ആവശ്യത്തിന് വിശ്രമവും ആവശ്യത്തിലധികം പണവുമൊക്കെ പ്രതിഫലമായി കിട്ടുന്ന പിഷാരടി രാവും പകലും വെയിലുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ അനുഭവിക്കുന്ന സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് പാലക്കാട് കൊടും ചൂടിൽ. പക്ഷേ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പക്വതയോടെ തന്നെയാണ് പിഷാരടിയുടെ ഇതുവരെയുള്ള മുമ്പോട്ടുള്ള പോക്ക്. അതുകൊണ്ടാവാം ഒരുപക്ഷെ പിഷാരടിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം കൂടി വരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു കാരണവുമില്ലാതെ ഡോക്ടർ തോമസ് ഐസക് പിഷാരടിക്കെതിരെ രംഗത്ത് വന്നത്? പിഷാരടിക്കെതിരെ കാര്യഗൗരവമുള്ള ഒരു വിമർശനവും തോമസ് ഐസക്കിന് ഇല്ലാത്തതുകൊണ്ടാണ് സിനിമയിൽ കോമാളി വേഷം കെട്ടുന്ന ഒരുത്തനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയാൽ എങ്ങനെ വോട്ട് കിട്ടും എന്ന ചോദ്യം ഉയർന്നത്. ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമാണ്. ഇത്തരം അനേകം കോമാളിമാരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ചരിത്രമുള്ള CPIM അത് മറന്നുകൊണ്ടാണ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ ഇറങ്ങിയത്. ഇന്നസെന്റ് എന്ന കോമാളിയും മുകേഷ് എന്ന കോമാളിയും എങ്ങനെയാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായത് എന്ന് ചിന്തിച്ചാൽ തോമസ് ഐസക്കിന് ഉത്തരം കിട്ടുന്നതേ ഉള്ളൂ. എന്നിട്ടും പിഷാരടിയെ കോമാളി എന്ന് വിളിക്കുമ്പോൾ CPM-ന്റെ ഒരു ആശങ്ക അതിൽ നിന്ന് വ്യക്തമാണ്. എങ്ങനെയെങ്കിലും നിയമസഭയിലെത്താൻ വേണ്ടി ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചെങ്കിലും സീറ്റ് നിഷേധിക്കപ്പെട്ട തോമസ് ഐസക്ക് കഴിഞ്ഞ തവണ അതിദയനീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച് തോറ്റത്. വായെടുത്താൽ നുണ മാത്രം പറയുന്ന തോമസ് ഐസക്കിനെ വേണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഇത്തരം ചില വേഷം കെട്ടലുകൾ ആവശ്യമായതുകൊണ്ടാണ്. എന്നാൽ പിഷാരടിയുടെ മറുപടി വളരെ പക്വതയേറിയതാണ്. എന്നേക്കാൾ ഒരുപാട് പരിചയസമ്പത്തും അനുഭവജ്ഞാനവുമുള്ള തോമസ് ഐസക്കിനെ വിമർശിക്കാൻ ഞാൻ ആരുമല്ല, ഐസക്കിന് എന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞ് മാതൃകാപരമായി കയ്യടി നേടുകയായിരുന്നു പിഷാരടി. ഞാൻ ഇന്നലെ നല്ല പ്രചരണത്തിന്റെ തിരക്കിലായിരുന്നു. ഏകദേശം രാത്രി റൂമിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നറിഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിനിടയിൽ എങ്കിൽ പിന്നെ താങ്കൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, മറുപടി പറഞ്ഞുകൂടെ എന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ പിഷാരടിയുടെ മറുപടി മാസായിരുന്നു. ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തില്. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം തനിക്കും തോമസ് ഐസക്കിനും ഒരുപോലെയാണ്, എന്നാൽ സംസ്കാരം വ്യത്യസ്തമാണ് എന്ന് മറുപടി. ഇത്തരത്തിൽ മറുപടിയൊക്കെ കൊടുത്ത് പിഷാരടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്.
പിഷാരടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPIയും BJPയും പ്രവർത്തനം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ പിഷാരടിയുടെ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ടുള്ള കടുത്ത വിമർശനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. താൻ ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും എന്ന് പിഷാരടി പറഞ്ഞതായിരുന്നു ഏറ്റവും വലിയ വിവാദമായി മാറിയത്. ഇടത് സാംസ്കാരിക നായകരൊക്കെ അത് വലിയ ആഘോഷമാക്കി മാറ്റി. അതിനൊരു കാരണമുണ്ട്. മമ്മൂട്ടി പിണറായിയെയും ഇടതുപക്ഷത്തെയും മാത്രം പിന്തുണയ്ക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കൈരളി ചാനലിന്റെ MDയും CPMകാരനുമായ മമ്മൂട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പിഷാരടിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ CPMന് ക്ഷീണമാണ്. അതുകൊണ്ടാണ് ബുദ്ധിജീവികളെയൊക്കെ ഇറക്കി അവർ ആ പ്രസ്താവനയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പക്ഷെ മമ്മൂട്ടി തിരുത്താൻ കൂട്ടാക്കിയില്ല. പിഷാരടി നോമിനേഷൻ കൊടുക്കാൻ നേരം വീഡിയോ കോളിലൂടെ വിളിച്ചാണ് അഭിനന്ദനം അറിയിച്ചത്. മമ്മൂട്ടി പിഷാരടിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി പിഷാരടിക്ക് നേരെ ഒരു ആക്രമണം അഖിൽ മാരാർ അഴിച്ചുവിടുന്നത്. അഖിൽ മാരാരും പിഷാരടിയും സാമാന്യം ഭേദപ്പെട്ട ബന്ധമുള്ള രണ്ട് സിനിമക്കാരാണ്. അവർ ഒരുമിച്ച് ചില പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അഖിൽ മാരാർ പിഷാരടിക്കെതിരെ അതിനിശ്ചിതമായ വിമർശനത്തോടെ ഒരു പോസ്റ്റ് ഇട്ടു. പിഷാരടിയും അഖിൽ മാരാരും തമ്മിലുള്ള വ്യത്യാസം: പിഷാരടി നാളിതുവരെ ജനകീയ വിഷയങ്ങളിലും നേരിട്ടിടപെട്ടിട്ടില്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല, പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു കേസിൽ പോലും പ്രതിയായിട്ടില്ല. സ്വന്തം കാര്യം നോക്കി കോടികൾ സമ്പാദിച്ച് ജീവിതവും കുടുംബവും സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് തന്നാൽ മത്സരിക്കാം, ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് വീണ്ടും അധികാരം കിട്ടാൻ സാധ്യതയുള്ളൊരു പാർട്ടിയിൽ MLA ആയി മാറി ഒരേ സമയം മമ്മൂക്കയുടെ താല്പര്യം അതേസമയം ആൻഡ്രോ ജോസഫിൻ്റെ താല്പര്യവും സംരക്ഷിച്ച് സിനിമാ മേഖലയിൽ തുടർന്നും സജീവമായി പോകാനുള്ള ശ്രമം. ലാഭമല്ലാതെ പിഷാരടിക്ക് യാതൊരു നഷ്ടവും ഈ തീരുമാനം കൊണ്ട് വരുന്നില്ല. അതേസമയം CPMന് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് കോൺഗ്രസിന് ഒരു സീറ്റ് പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥത പാർട്ടിയോടുണ്ടെന്ന് കരുതാം. ഇതിപ്പോൾ കാശ് കൊടുത്ത് MLA ആവാൻ പോയതുപോലെയുണ്ട്. ഷാഫി പറമ്പിൽ പിഷാരടിക്ക് വിറ്റ പാലക്കാട് സീറ്റ് തോൽക്കും എന്ന് തോന്നുമ്പോൾ CPM അവിടെ BJPയുമായി ഡീൽ വെച്ചത് പറയാൻ നാണമില്ലേ എന്ന ചോദ്യം മാത്രം. ഇനി അഖിൽ മാരാർ 2012 മുതൽ രാഷ്ട്രീയ രംഗത്ത് സജീവം. നിരവധി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് നിരവധി സമരങ്ങൾ. അക്കാലത്ത് മാത്രം 13 കേസുകൾ. CPM ആക്രമണത്തിൽ തല തകർക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരൻ സ്വതന്ത്രനായ ഇടതുകോട്ടയിൽ മത്സരിച്ച് 1500 വോട്ടുകൾ നേടി. തുടർന്നും കൊട്ടാരക്കരയിൽ പ്രാദേശിക വിഷയത്തിൽ സജീവ ഇടപെടൽ. CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതി. 2 തവണ വധശ്രമത്തിന് ഇരയായ വാദി. സിനിമ എഴുതി സംവിധാനം ചെയ്തതും കേരള രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധിക്ഷേപിക്കുന്ന ഒരു താത്വിക അവലോകനം. നിരവധി ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകൻ. ബിഗ് ബോക്സിൽ പോകും മുമ്പ് സമ്പാദ്യം ശൂന്യം. വീടില്ല, സ്വന്തമായി ആകെയുള്ളത് കൂട്ടുകാരൻ ലോൺ ഇട്ടെടുത്തു കൊടുത്ത ഒരു വാഹനം മാത്രം. ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഭാര്യയെയും 2 പെൺകുഞ്ഞുങ്ങളെയും നോക്കാൻ ബിഗ് ബോസിൽ പോയത് ജയിക്കുമെന്ന് കരുതിയല്ല, കിട്ടുന്ന ശമ്പളം കടം തീർക്കാനെങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് കരുതി മാത്രം. ജയിച്ചു വന്ന ശേഷവും ലാഭനഷ്ടങ്ങൾ നോക്കി മിണ്ടാതെ ഇരുന്നില്ല. നാടിനു വേണ്ടി സധൈര്യം സംസാരിച്ചു. പിണറായി വിജയനെയും സർക്കാരിനെയും ശക്തമായ ഭാഷയിൽ എതിർത്തു. ജനകീയ സമരങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു. വീണ്ടും കേസുകളിൽ പ്രതിയായി. ഇനി മത്സരിക്കാൻ ആഗ്രഹിച്ചതുപോലും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ്. തിരഞ്ഞെടുത്തത് ആരും ജയിക്കില്ല എന്ന് കരുതിയ തൃക്കാക്കര. 34 വയസ്സ് വരെ ഒന്നുമില്ലാത്തവൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഒരു വീടും കാറും ഒക്കെ വാങ്ങി. അതൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്കൊരു വിഷമവുമില്ല. തോൽക്കുമെന്ന് നിങ്ങൾ പറയുന്ന ഒരു മണ്ഡലത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ലാഭമോ നഷ്ടമോ? ഇന്നലെ വരെ ലാഭം നോക്കി ജീവിച്ച പിഷാരടി വീണ്ടും ലാഭം കൊയ്യാനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ആ പിഷാരടിയെ ഞാനുമായി താരതമ്യം ചെയ്യരുത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ പോലീസിൻ്റെ അടികൊണ്ട കോൺഗ്രസ്സുകാർ പിഷാരടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇത്രയും നാൾ മറ്റുള്ളവരെ ചിരിപ്പിച്ച പിഷാരടി ഉള്ളിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടാവും, മണ്ടന്മാർ. ബിഗ് ബോസിലെ 100 ദിവസത്തെ മാരാരേക്കാൾ എത്രയോ പവർഫുള്ളാണ് ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങളെ അറിഞ്ഞ അഖിൽ. അടുത്ത സുഹൃത്തുക്കളായിരുന്നിട്ടും പിഷാരടിയെ വിമർശിച്ചുകൊണ്ട് അഖിൽ മാരാർ രംഗത്ത് വന്നത് പിഷാരടി ചർച്ചയാകുന്നതിൻ്റെ തെളിവുകളിലൊന്നായി മാറുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ചർച്ചയാവുന്ന വ്യക്തിത്വം പിഷാരടിയുടേതാവാം. പിഷാരടി ഇതിനു കൊടുത്ത മറുപടിയും വളരെ കൗതുകമുണർത്തുന്നതായിരുന്നു. തോമസ് ഐസക്കിനെ പോലെ വിമർശിക്കാതിരിക്കാൻ മാത്രം മുതിർന്നയാളൊന്നുമില്ല, എന്നേക്കാൾ പരിചയം കുറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അഖിൽ മാരാർ ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അല്ലാതെ അഖിൽ മാരാർ എന്തു പറയുന്നു എന്നൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് നേരമില്ല. അതൊന്നും എൻ്റെ വിഷയവുമല്ല. അഖിൽ മാരാർ പറഞ്ഞ അഭിപ്രായം അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അറിയണമെങ്കിൽ കുറച്ചു കാലം കൂടി കാത്തിരിക്കണം. ഓരോ ദിവസവും അഭിപ്രായം മാറ്റി പറയുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്നായിരുന്നു പിഷാരടിയുടെ മറുപടി. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും.
അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കും. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുന്നതെങ്കിലും എതിരാളി കരുത്തിയായ ശോഭാ സുരേന്ദ്രനാണ്. CPM-ഉം BJP-യും തമ്മിൽ ശോഭയുടെ കാര്യത്തിൽ ഡീലുണ്ട് എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിൽ ഉറ്റവർ പോലും അതിക്രമിക്കുമ്പോൾ പിഷാരടിക്ക് തന്റെ കന്നി പോരാട്ടം തികച്ചും വെല്ലുവിളി നിറഞ്ഞത് തന്നെയാവും.